ഈ വർഷത്തെ ടൂറിസം ഓണം വാരാഘോഷം 24 മുതൽ 30 വരെ തിരുവനന്തപുരം ജില്ലയിലെ 35 വേദികളിൽ 340-ലേറെ കലാവിരുന്നുകളുമായി സംഘടിപ്പിക്കുകയാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക വൈവിധ്യവും പാരമ്പര്യവും കലാപൈതൃകവും വിനോദസഞ്ചാര സാധ്യതകളുമെല്ലാം ഒരുമിച്ച് അവതരിപ്പിക്കുന്ന രീതിയിലാണ് ഓണാഘോഷം ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനതല ഓണാഘോഷത്തിൻ്റെ ഇവിടുത്തെ വിവിധ വേദികളിലായി മാത്രം 3000-ഓളം കലാകാരന്മാർ ഈ ഓണം ടൂറിസം വാരാഘോഷത്തിൻ്റെ ഭാഗമായി അവരുടെ കലാവിരുന്നുകൾ അവതരിപ്പിക്കും. ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ അവർകൾ 24-ാം തീയതി വൈകിട്ട് 6:30 മണിക്ക് ഓണം ടൂറിസം വാരാഘോഷം ഉദ്ഘാടനം ചെയ്യും. അതിനു മുൻപ് നമ്മുടെ ട്രേഡ് ഫെയർ 21-ന് ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ അതിൻ്റെ ഉദ്ഘാടനം നടക്കും. 21-ന് തന്നെ കോവളത്ത് നിന്ന് ഇതിൻ്റെ സന്ദേശം വിളിച്ചറിയിക്കുന്ന പതാക ഘോഷയാത്ര തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും പര്യടനം നടത്തി 23-ന് കനകക്കുന്നിൽ അത് സമാപിക്കുകയും തുടർന്ന് ഓണപതാക അവിടെ ഉയർത്തുകയും ചെയ്യും. 23-ന് തിരുവാതിര മത്സരം ഭാരത് ഭവനിൽ തുടങ്ങും. 23-ന് വൈകിട്ട് കനകക്കുന്നിൽ ഫുഡ് ഫെസ്റ്റിവൽ ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ ഉദ്ഘാടനം ചെയ്യും. അന്ന് വൈകിട്ട് 6 മണിക്ക് നമ്മുടെ ഈ ദീപാലങ്കാരങ്ങളുടെ ഉദ്ഘാടനം ആരോഗ്യ ദേവസ്വം മന്ത്രി ശ്രീ K. മുരളീധരൻ അദ്ദേഹം നിർവഹിക്കും. 24-ന് മാധ്യമ വിഭാഗത്തിനും പൊതുവിഭാഗത്തിനുമായി ജവഹർ ബാലഭവനിൽ പ്രത്യേകം അത്തപ്പൂക്കള മത്സരവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യ അതിഥിയായി ചലച്ചിത്ര താരം കുഞ്ചാക്കോ ബോബൻ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. അന്നേ ദിവസം 5:30 മണി മുതൽ 6:30 മണി വരെ പത്മഭൂഷൺ ചലച്ചിത്ര താരം ശോഭനയുടെ പ്രത്യേക നൃത്ത പരിപാടിയും ഉദ്ഘാടന ചടങ്ങിന് തൊട്ട് മുൻപായി നിശാഗന്ധിയിൽ അരങ്ങേറും. മാധ്യമ സ്ഥാപനങ്ങളുടെ മീറ്റിംഗ് വളരെ നേരത്തെ വിളിച്ചു ചേർത്തിരുന്നു. ഞങ്ങളെല്ലാം പങ്കെടുത്തതാണ്. ഇത്തവണ 13 മാധ്യമ സ്ഥാപനങ്ങൾ ഓണാഘോഷമായി സഹകരിക്കുന്നുണ്ട്. നിശാഗന്ധി, സെൻട്രൽ സ്റ്റേഡിയം, പൂജപ്പുര എന്നീ വേദികളിലായിട്ട് മാതൃഭൂമി, മലയാള മനോരമ, കേരള കൗമുദി, ടൈംസ് ഓഫ് ഇന്ത്യ, മാധ്യമം, വീക്ഷണം, ദേശാഭിമാനി, മംഗളം, ന്യൂസ് മലയാളം, മീഡിയ വൺ, ACV, കൈരളി, ജീവൻ TV, ജനൻ TV ഈ മാധ്യമ സ്ഥാപനങ്ങളാണ് വിവിധ ദിവസങ്ങളിലെ കലാപരിപാടികളുടെ ഭാഗമാകുന്നത്. ഈ പരിപാടികളിൽ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, ഉണ്ണിമേനോൻ, ഹരിശങ്കർ, അനൂപ് ശങ്കർ, വിനീത് ശ്രീനിവാസൻ, ഹരീഷ് ശിവരാമകൃഷ്ണൻ, സൂരജ് സന്തോഷ്, നിത്യമാമൻ, മധു ബാലകൃഷ്ണൻ, അരവിന്ദ് വേണുഗോപാൽ, ശ്രീ പന്തളം ബാലൻ, നജീം അർഷാദ്, മഞ്ചരി, വൈക്കം വിജയലക്ഷ്മി ദേശീയ അവാർഡ് ജേതാവ് ഈ വർഷത്തെ, അഭയ ഹിരൺമായി, സച്ചിൻ വാര്യർ, രശ്മി സതീഷ്, അപർണ രാജീവ്, അതുൽ, വയലാർ ശരത്ചന്ദ്രവർമ്മ തുടങ്ങി ഞാൻ പ്രധാന കലാകാരന്മാരുടെ പേരുകൾ തിരുവനന്തപുരത്തെ വേദികളിലുള്ളവരുടെ മാത്രമാണ് പറഞ്ഞത്. ഇതേ സമയം തന്നെ DTPCയുടെ നേതൃത്വത്തിൽ 13 ജില്ലകളിലും ഇതുപോലെ തന്നെ കലാകാരന്മാരും കലാവിരുന്നുകളും അവതരിപ്പിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ തനത് കലാപൈതൃകത്തിന് പ്രത്യേക പ്രാധാന്യം നൽകിക്കൊണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം 6 മണി മുതൽ 7 മണി വരെ നിശാഗന്ധിയിൽ ഉദ്ഘാടന ദിവസം ഒഴികെ ബാക്കി 6 ദിവസം നാടൻ കലാരൂപങ്ങളുടെ അരങ്ങേറ്റമുണ്ടായിരിക്കും. അതിൽ മുടിയേറ്റ്, തോൽപ്പാവക്കൂത്ത്, പടയണി, അർജുന നൃത്തം, പൂതനും തിറയും തുടങ്ങിയ ഫോക്ലോർ ഫ്യൂഷൻ തുടങ്ങിയ പരിപാടികൾ നിശാഗന്ധിയിലുണ്ടാകും. അതുകൂടാതെ കനകക്കുന്നിലെ തന്നെ സോപാനം, നാട്ടരങ്ങ് വേദികളിൽ നാടൻ കലാരൂപങ്ങളും അവയുടെയൊക്കെ അവതരണം ഉണ്ടാകും. കനകക്കുന്നിനെ 4 സോണുകളാക്കി ബിസിനസ് സോൺ, ഫ്യൂച്ചർ സോൺ, ആർട്ട് ആൻഡ് കൾച്ചർ സോൺ, ഫുഡ് സോൺ
എന്നിങ്ങനെ 4 മേഖലയായിട്ട് തിരിച്ചിട്ടാണ് കനകക്കുന്നിനെ നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അവിടെ ഇതൊക്കെ കൂടാതെ ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് വിനോദത്തിൻ്റെതായ, കാരണം ഓണം എല്ലാ അർത്ഥത്തിലും സന്തോഷിക്കാനും ആഘോഷിക്കാനും ആഹ്ലാദിക്കാനുമുള്ളതാണ് എന്നതുകൊണ്ട് കുടുംബസമേതം എത്തുന്ന ജനങ്ങൾക്ക് വളരെ ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് വിനോദങ്ങളുടെ അനുഭവങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കലാപൈതൃകങ്ങളെ അടുത്തറിയാനുള്ള ലൈവ് സെഷനുകൾ ഉണ്ടാകും. അത് തോൽപ്പാവക്കൂത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, കഥകളി ചമയം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, ചെണ്ടമേളം അവിടുത്തെ കലാകാരന്മാരുടെ കൂടെ വേണമെങ്കിൽ അല്പനേരം നിങ്ങൾക്കും വന്ന് ചെണ്ടയൊക്കെ ഒന്ന് കൊട്ടിയിട്ട് പോകാൻ ഉള്ള അവസരം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ കവടിയാർ മുതൽ അട്ടക്കുളങ്ങര വരെയും ശാസ്തമംഗലം മുതൽ വെള്ളയമ്പലം വരെയും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് നേരിട്ട് ദീപാലങ്കാരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുകൂടാതെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ അവരുടെ എല്ലാം സഹകരണത്തോടുകൂടി വിവിധ സ്ഥലങ്ങളിൽ നമ്മൾ നഗരത്തെ മുഴുവൻ പ്രകാശപൂരിതമാക്കുന്നതിന് വേണ്ടിയിട്ട്, ഉത്സവത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വിദേശ വിനോദസഞ്ചാരികളും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്നവർക്കും നിശാഗന്ധിയിൽ കേരളത്തിൻ്റെ തനത് കലാരൂപങ്ങൾ അവർക്ക് ആസ്വദിക്കാനുള്ള പ്രത്യേക സൗകര്യം ടൂറിസം ഇൻഡസ്ട്രിയിലുള്ള ആളുകളുടെയൊക്കെ അഭ്യർത്ഥന പ്രമാണിച്ച് അതും നമ്മൾ പ്രത്യേകമായിട്ട് ഒരുക്കും. 24 hours പ്രവർത്തിക്കുന്ന മീഡിയ സെൻറ്റർ മാധ്യമങ്ങൾക്ക് എല്ലാ സഹായവും നൽകുന്നതിന് വേണ്ടിയിട്ട് കനകക്കുന്നിൽ പ്രവർത്തിപ്പിക്കും. പോലീസിൻ്റെ പ്രത്യേക മീറ്റിങ്ങുകൾ എടുത്തിട്ടുണ്ട്. അവരൊന്നും കൂടി നമ്മൾ വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം പിന്നെ നമ്മുടെ സമാപന ദിവസം 30-ാം തീയതി വിശിഷ്ട അതിഥിയായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അവർകൾ അദ്ദേഹം നമ്മുടെ വിശിഷ്ട അതിഥിയായി പങ്കെടുക്കുന്നുണ്ട്. ഗവർണർ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമാപന ദിവസവും ഉണ്ടാകും. വിശിഷ്ട അതിഥിയായി ചീഫ് ഗസ്റ്റായി ഉപരാഷ്ട്രപതി ബഹുമാന്യനായ CP രാധാകൃഷ്ണൻ അവർകൾ അദ്ദേഹവും പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് പോലീസുമായി ബന്ധപ്പെട്ട് സുരക്ഷ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രൂപത്തിലുള്ള എല്ലാ ദിവസങ്ങളിലും ഈ 6-7 ദിവസവും അതിനായിട്ടുള്ള പ്രത്യേക ക്രമീകരണങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് കൂടുതൽ സഹായം വേണം. ഒരു യോഗം കൂടെ പോലീസുമായി ചേർന്ന് നടപ്പിലാക്കുന്നുണ്ട്. ശുചിത്വ മിഷൻ ഹരിത ഓണമായി ഇതിനെ സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്ന് ബഹുമാന്യനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ KM ഷാജി ഹരിത ഓണ പ്രചാരണത്തിൻ്റെ വാഹനം ടൂറിസം ഡയറക്ടറേറ്റിൽ അദ്ദേഹം ഇന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തു. ഒരു ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി ഇതിൻ്റെ ഭാഗമായി നിലവിലുണ്ട്. അവരും ശുചിത്വ മിഷനും കൂടി ചേർന്നാണ് നമ്മൾ ഈ കാര്യങ്ങൾ ക്രമീകരിക്കുന്നുള്ളത്. അതുപോലെ തന്നെ പോലീസ് അവരുടെ സാധാരണ സേവനങ്ങൾക്ക് ഒപ്പം തന്നെ ഈ ആഘോഷങ്ങളുടെ ഒപ്പം ജനങ്ങളെല്ലാം ഒരുമിച്ചെത്തുന്ന ഒരു ഇടമെന്ന നിലയിൽ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങൾ, അവരുടെ K9 സ്ക്വാഡ്, മൗണ്ടഡ് പോലീസ് യൂണിറ്റ്, പോലീസ് ആയുധങ്ങൾ, ഫിംഗർ പ്രിന്റ് ബ്യൂറോയുടെ വിവിധ പ്രവർത്തനങ്ങളുടെ പ്രദർശനം, സൈബർ തട്ടിപ്പുകൾക്കെതിരായിട്ടുള്ള ബോധവൽക്കരണം, സൈബർ പോലീസ് സേവനയുടെ പ്രവർത്തനങ്ങളുടെ പരിചയപ്പെടുത്തൽ, ഇങ്ങനത്തെ നിരവധിയായ സേവനങ്ങൾ ഈ ജനങ്ങൾക്ക് എത്തിക്കുന്നതിനുള്ള കാര്യങ്ങളും ഈ ആഘോഷങ്ങളുടെ ഒപ്പം തന്നെ അവർ ചെയ്യും എന്ന് അവരെ അറിയിച്ചിട്ടുണ്ട്. വനിതാ സെൽഫ് ഡിഫൻസ് ടീമിൻ്റെ തത്സമയ സ്വയം രക്ഷാ പ്രദർശനം ജനങ്ങൾക്ക് കൂടി പങ്കെടുപ്പിക്കുന്ന അത്തരം പരിപാടികളും അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇന്ന് ഫെസ്റ്റിവൽ ഓഫീസ് ഡയറക്ടറേറ്റിൽ തുറന്നു. ലോഗോ പ്രകാശനം നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞു. ജില്ലാതലത്തിലും ഏതാണ്ട് 170-ൽ പരം കലാപരിപാടികൾ 13 ജില്ലകളിൽ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലുകളുടെ നേതൃത്വത്തിൽ ഇതോടൊപ്പം തന്നെ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവർക്കും റിലീസായി തന്നെ അയക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് എല്ലാ വർഷവും നിങ്ങൾ നടത്തുന്ന എല്ലാ പിന്തുണയ്ക്കും, നേരിട്ടും അല്ലാതെയുമായിട്ട് നൽകുന്ന എല്ലാ പിന്തുണയ്ക്കും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിലുള്ള പ്രത്യേകമായ നന്ദിയും ഈ പരിപാടികളുടെ എല്ലാം പ്രചാരണത്തിന് നിങ്ങളുടെ എല്ലാം ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങളും ടൂറിസം വകുപ്പിന് വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഈ ഓണം എല്ലാം മറന്ന് ആഘോഷിക്കാൻ നമ്മുടെ നാട്ടുകാർക്കും അതോടൊപ്പം നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക വൈവിധ്യങ്ങളെ അനുഭവിക്കാൻ
ഇവിടെ എത്തുന്ന വിദേശ ദേശീയ വിനോദസഞ്ചാരികൾക്കും കഴിയുന്ന രൂപത്തിലേക്ക് നമുക്ക് മാറ്റണം. അതിനു വേണ്ടിയിട്ട് എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കുകയാണ്. Mount Zion Medical College Hospital, Adur, Pathanamthitta.